ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ 8ാമത്തേതാണ് പൂയം. കർക്കടകം രാശിയിൽ വരുന്ന ഈ നക്ഷത്രം ശനിയുടെ ഭരണത്തിലുള്ളതാണ്. ഇത് വിവേകം, അച്ചടക്കം, കഠിനാധ്വാനം, ദയ, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകൽ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി ഉത്തരവാദിത്ത ബോധമുള്ളവരും വിശ്വസ്തരും സ്ഥിരതയുള്ളവരുമായിരിക്കും. അവർക്ക് നല്ല ഓർമ്മശക്തിയും കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവും ഉണ്ടാകും. നേതൃഗുണങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഇവരുടെ പ്രത്യേകതകളാണ്. 2025 ഒക്ടോബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകുമെങ്കിലും ചില വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നേക്കാം. ശനി കുംഭം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കാര്യങ്ങൾ ചെറിയ കാലതാമസങ്ങൾക്കും തടസ്സങ്ങൾക്കും കാരണമായേക്കാം. എന്നാൽ വ്യാഴത്തിന്റെ ഇടവം രാശിയിലെ സ്ഥാനം ശുഭകരമായ ഫലങ്ങൾ നൽകാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ആത്മവിശ്വാസം നിലനിർത്തുകയും കഠിനാധ്വാനം തുടരുകയും ചെയ്യുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ നേടാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും വ്യക്തത വരും. പല കാര്യങ്ങളിലും പുതിയ കാഴ്ചപ്പാട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഈ മാസം അനുകൂലമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ അവസരങ്ങൾ ലഭിക്കും. എങ്കിലും അമിതമായ ആത്മവിശ്വാസം കാണിക്കരുത്. അത് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. ഓരോ കാര്യവും സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ക്ഷമയും വിവേകവും കാണിക്കുന്നത് വളരെ പ്രധാനമാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. തൊഴിൽ രംഗത്ത് പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ തൊഴിൽപരമായ വളർച്ചയ്ക്ക് സഹായകമാകും. വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രഹിതർക്ക് പുതിയ ജോലികൾ ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും സഞ്ചരിക്കുന്നത് ഗുണകരമാവും. എങ്കിലും ശനിയുടെ വക്രഗതി കാരണം ചില ജോലികളിൽ കാലതാമസങ്ങളോ തടസ്സങ്ങളോ നേരിട്ടേക്കാം. ക്ഷമയോടെയും സ്ഥിരോത്സാഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായ ആസൂത്രണത്തിലൂടെയും സമയനിർണയത്തിലൂടെയും ഇത് മറികടക്കാൻ സാധിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ലാഭം പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത്. വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട്. ചൊവ്വയുടെ ചിങ്ങം രാശിയിലെയും ശുക്രന്റെ തുലാം രാശിയിലെയും സ്ഥാനങ്ങൾ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കടബാധ്യതകൾ തീർക്കാനും സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ മാസം അനുകൂലമാണ്. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല സമയമാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. എങ്കിലും ചില അനാവശ്യമായ ചെലവുകൾ ഈ മാസം വരാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദങ്ങൾക്കോ അമിതമായി പണം ചെലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരവും ചെലവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുക. ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ സഹായിക്കും. മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതിലും ജാമ്യം നിൽക്കുന്നതിലും ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള ലാഭങ്ങൾക്കായി ആകർഷകമായ സ്കീമുകളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. ഓരോ നിക്ഷേപവും അതിന്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തി മാത്രം ചെയ്യുക. വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. കുടുംബജീവിതത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ഒരു മാസമായിരിക്കും ഇത് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. പരസ്പര സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ ആരോഗ്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കും. മാതാപിതാക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുടെ അനുഗ്രഹം നേടാനും സാധിക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. കുടുംബാംഗങ്ങളുമായി യാത്രകൾ പോകാൻ അവസരങ്ങൾ ലഭിക്കും. ഇത് ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. എങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയെ ക്ഷമയോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. വിവാഹിതരായവർക്ക് നല്ലൊരു മാസമായിരിക്കും ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതും പരസ്പരം മനസ്സിലാക്കുന്നതും ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരാനും വിവാഹം നിശ്ചയിക്കാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഈ മാസം അനുകൂലമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. ബുധന്റെ അനുകൂലമായ സ്ഥാനം പഠനകാര്യങ്ങളിൽ വ്യക്തതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും.
എങ്കിലും ചില വിഷയങ്ങളിൽ കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നേക്കാം. പഠനത്തിൽ മടുപ്പ് തോന്നുകയോ ശ്രദ്ധ നഷ്ടപ്പെടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നത് ഗുണകരമാകും. കൂട്ടായ പഠനത്തിലൂടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. അധ്യാപകരുടെ ഉപദേശം തേടുന്നത് പഠനത്തിൽ കൂടുതൽ മെച്ചം വരുത്താൻ സഹായിക്കും. ഗവേഷകർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അവരുടെ പഠനങ്ങളിൽ മുന്നോട്ട് പോകാനും സാധിക്കും. കല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് കഴിവുകൾ മെച്ചപ്പെടുത്താൻ അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം പൂയം നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം പനി, ചുമ, ജലദോഷം പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. ജോലി ഭാരം കാരണം അമിതമായ ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും പിന്തുടരുക. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദഹന പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ദീർഘകാല രോഗമുള്ളവർക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അമിത വേഗത ഒഴിവാക്കുക. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. പ്രണയബന്ധങ്ങളിൽ പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലൊരു സമയമായിരിക്കും. നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും പ്രണയം പങ്കുവെക്കാനും സാധിക്കും. പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. അവിവാഹിതർക്ക് താല്പര്യമുള്ളവരെ കണ്ടുമുട്ടാനും ഒരു പ്രണയബന്ധം തുടങ്ങാനും സാധ്യതയുണ്ട്. സൗഹൃദങ്ങൾ പ്രണയമായി മാറിയേക്കാം. ബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തുന്നത് നല്ലതാണ്. എങ്കിലും ചില ചെറിയ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. സംശയങ്ങൾ ഒഴിവാക്കാനും തുറന്നു സംസാരിക്കാനും ശ്രമിക്കുക. മൂന്നാമതൊരാൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ബന്ധം കൂടുതൽ മനോഹരമാക്കും. യാത്രകൾക്ക് ഈ മാസം പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ്. ദൂരയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും അവസരം ലഭിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ വിജയകരമാകും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും സാധിക്കും. വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട്. വിസ, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി വരും. വിനോദയാത്രകൾക്ക് പദ്ധതി ഇടുന്നത് മാനസിക ഉല്ലാസം നൽകും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കും. എങ്കിലും യാത്രകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാരേഖകൾ ശ്രദ്ധയോടെ സൂക്ഷിക്കുക. ആരോഗ്യകാര്യങ്ങളിലും യാത്രകളിൽ ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ പോകുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. അമിതമായ സാഹസികത ഒഴിവാക്കുക. പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്നതാണ്. ശനിദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എള്ളുദീപം തെളിയിക്കുന്നതും ശനിമന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശനിദേവന് പ്രിയപ്പെട്ട സാധനങ്ങൾ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത് പുണ്യകരമാണ്. നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. ദിവസവും പ്രാർത്ഥിക്കുന്നതും ധ്യാനം ശീലിക്കുന്നതും മാനസിക സമാധാനം നൽകും. ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശത്തോടെ നവരത്നങ്ങൾ ധരിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകും. 2025 ഒക്ടോബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു മാസമായിരിക്കും. പല മേഖലകളിലും പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. എന്നാൽ ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. ആത്മവിശ്വാസം കൈവിടാതെ കഠിനാധ്വാനം ചെയ്യുക. ക്ഷമയും വിവേകവും എപ്പോഴും കൈമുതലാക്കുക. ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നേടാൻ സഹായിക്കും.